അപ്പൊ ഇത് നമ്മുടെ ട്രിവാൻഡ്രം സീരീസിന്റെ 3rd എപ്പിസോഡാണ്. ഇതിനു മുമ്പ് നമ്മൾ വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി വെക്കാൻ മതി. എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങിയോ മക്കളെ, കമോൺ. അങ്ങനെ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വേറൊരു പോസിറ്റീവ് ഫീലാണ്, ഒരു വേറെ തന്നെ ഒരു എനർജി തന്നെയാണ്. ശരിക്കും ലൈഫിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതൊരു വന്നിട്ടില്ലെങ്കിൽ എന്തായാലും വന്നിരിക്കേണ്ട ഒരു സ്ഥലമുണ്ട് ഗൈസ്. അപ്പൊ നമ്മള് ക്ഷേത്രത്തിൽ പോയി ജസ്റ്റ് ഒരു വിസിറ്റ് കൊടുത്ത് നേരെ നമ്മൾ മഹാബോളി വന്നേക്കാണ്. അവിടുത്തെ ബോളിയും പാൽപ്പായസം, പാലട പായസം ഉണ്ടോ? എന്താ മണം, ക്യാഷ് നട്ട്സ് കുറെ കാണാൻ പറ്റുന്നുണ്ടോ? ആദ്യം നമുക്ക് കുറച്ച് ഇത് മാത്രം വെറുതെ ടേസ്റ്റ്. ഓവർ സ്വീറ്റും അല്ല, മോഡറേറ്റ്, എവറിത്തിങ് ഇസ് മോഡറേറ്റ്. രണ്ട് മിക്സ് ചെയ്ത് നോക്കാം. Cheers. ഫ്ലേവർ ബോംബാണ്. ഏലക്കായ ചെറിയ സട്ടിൽ ടേസ്റ്റ് ഹെഡ് ചെയ്ത് നിൽക്കുന്നത്. ആ പായസം ഈ ഒരു തമ്മിലുള്ള കോമ്പിനേഷൻ അല്ലേ, മാച്ച് മെയ്ഡ് ഇൻ ഹെവൻ ഗൈസ്. വെറുതെ എക്സാജറേറ്റ് അല്ല, ഉള്ള കാര്യമാണ്. ഇതിനാണ് മോനെ ഒരു രക്ഷയില്ല. ഇത് നമുക്ക് വെറുതെ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക. കിടിലം. ദിസ് ഈസ് ദ റിയൽ ഹൈ ഗൈസ്, ഷുഗർ ഹൈ. നമ്മളൊരു ഈവനിങ് സമയത്ത് വന്നുള്ളത്, തിരക്കിപ്പോൾ ഒതുങ്ങി നിൽക്കണം. ഇതിന് തൊട്ടപ്പുറത്ത് മഹാബോളിയുടെ വേറൊരു ഹോട്ടലുണ്ട്, അവിടെ പാഴ്സൽ മാത്രമേ ഉള്ളൂ. ഇതെനിക്ക് തന്നെ പുതിയ ഹോട്ടലാണെന്ന് തോന്നുന്നു. കൊള്ളാം, എന്തായാലും അടിപൊളി. അപ്പൊ എന്താണ് വേണ്ടെന്നുണ്ടെങ്കിൽ മഹാബോളി മിസ്സാക്കി അതൊരു മിസ് തന്നെ ആയിരിക്കും ഗൈസ്. ഇതിന്റെ ടേസ്റ്റ് ചെയ്യാൻ നമ്മൾ വീണ്ടും അടുത്ത ബോളി പറഞ്ഞിട്ടുണ്ട്, അതും പായസം കൊണ്ട് നമുക്ക് ഒന്നുകൂടി പഠിക്കാം. ഇവിടെ അപ്പൊ ശരിക്കും ഇപ്പൊ എത്ര വർഷമായിരുന്നു അപ്പൊ നമ്മൾ തുടങ്ങിയിട്ട്? നമ്മളിപ്പോ ഇവിടെ തുടങ്ങിയിട്ട് ഒരു 11 വർഷമായിക്കാണ്. ആ സമയം തുടങ്ങിയ ബോളിയാണ് ബോളിയും പായസം. നേരത്തെ ഇതിനുമ്പോ അപ്പുറത്തെ സൈഡായിരുന്നല്ലേ? ഇപ്പൊ നമ്മൾ അപ്പുറത്തെ സൈഡിലായിരുന്നു. ഇപ്പൊ ഡൈനിങ് ആയതുകൊണ്ട് ഇങ്ങോട്ട് ആക്കിയതാ. ഇത്ര നാൾ അവിടെ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്ന നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഇങ്ങോട്ട് ഇപ്പം വന്നിട്ട് ഇപ്പൊ ഒരു മാസമായി. ഇപ്പൊ അപ്പൊ മഹാബോളിയുടെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലുണ്ട്, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. അത് കഴിഞ്ഞ് നമ്മൾ പോയത് നേരെ വിഴിഞ്ഞത്തുള്ള ഉസ്താദ് ഹോട്ടലിലാണ്. ഭയങ്കര റിവ്യൂ ആണ് ഈ റെസ്റ്റോറന്റിനെ കുറിച്ച്. സീ ഫുഡൊക്കെ ഇവിടുത്തെ കിട്ടിലോണെന്നാ പറയണത്. നമ്മളപ്പോ കുറെ നേരം പുറത്ത് വെയിറ്റ് ചെയ്തു, ഒരു 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്കൊരു സീറ്റ് തന്നെ കിട്ടിയത്. നമ്മുടെ ഓഫീസ് ബഡി മേഘയാണ് നമുക്ക് ഈ സ്പോട്ട് റെക്കമെൻഡ് ചെയ്തത്. പ്രോൺസ് എന്തായാലും ഓർഡർ ചെയ്യാൻ വേണ്ടിട്ടുണ്ടായി. നമ്മളപ്പോ പ്രോൺസ് ഓർഡർ ആക്കിയിട്ടുണ്ട്, നെയ്മീൻ, പിന്നെ കല്ലുമ്മക്കായ, ചിപ്പി എന്നാണ് ഇവരോട് പറയുന്നത്, പിന്നെ സ്ക്വിഡ് ഉണ്ടായി. അന്ന് ഉണ്ടായ എല്ലാ സ്പെഷ്യൽസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ല, പൊള്ളി സൈഡായിട്ട് അപ്പം ഉണ്ട്, അതുപോലെ തന്നെ പൊറോട്ട ഉണ്ട്, നല്ല ചെറിയ കുട്ടി പൊറോട്ട. ഇതെല്ലാം സെറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കും. അപ്പൊ നമുക്ക് ഇഷ്ടം എടുക്കാന്നുള്ള ലെവലായതുകൊണ്ട് നമ്മളിങ്ങനെ കഴിച്ച് പോകും ഗൈസ്. ഇതിന്റെ എല്ലാത്തിന്റെയും കൂടി ഉണ്ടല്ലോ ഒരു മൊരി പോലത്തെ ഒരു സംഭവം ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചത്? സ്ക്വിഡ് ആണ് നമ്മൾ ആദ്യം കഴിച്ചത്. അത് കുറച്ച് റബ്ബറി ആയിട്ട് തോന്നി, ചെറിയ ഡിസപ്പോയിന്റ്മെന്റ്. ലൈഫ് അങ്ങനെയാണ് ഗൈസ്. അതിനുശേഷം ആ കല്ലുമ്മക്കായ മൊരിയോട് കൂടി ഞാൻ കഴിച്ച വറ്റൽമുളകൊക്കെ സെറ്റ് സാധനമാണ്. അത് ലൈക്കായി മക്കളെ, ആ എക്സ്പ്രഷനിലുണ്ട് എല്ലാം. അതിനുശേഷം കഴിച്ച നെയ്മീനാണെങ്കിൽ നല്ല സൂപ്പർ ഫ്രഷ് ആയിട്ട് കിടിലം സാധനം. ആ ഒരു മാരിനേഷൻ ഈ ഒരു നെയ്മീനിൽ നല്ല രീതിയിൽ പെയർ ചെയ്തുകൊണ്ട്. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് കഴിച്ച് ടൈഗർ പ്രോൺസ് എല്ലാത്തിനെ കടത്തി വെട്ടി വിഷയം സാധനം. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു കില്ലർ സ്റ്റഫ്. അതിങ്ങനെ ക്ലീൻ ആക്കി സെയിം ഷേപ്പോട് കഴിക്കുക എന്നുള്ള ഒരു സ്കില്ലാണ് ഗൈസ്. കില്ലർ എന്ന് പറഞ്ഞാൽ വെറും കില്ലർ. എക്സാജറേറ്റ് ആണ് വിചാരിച്ചാൽ ഒരു പ്രശ്നമില്ല. ടോട്ടലി ലവ്ഡ് ഇറ്റ്. അപ്പൊ നമ്മളൊരു കട്ടനൊക്കെ അടിച്ച് ശാന്തി ഹാപ്പി ആയിട്ട് ഈ ഒരു വ്ളോഗ് എൻഡ് ചെയ്യാനാണ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം. സോ ഇറ്റ്സ് മീ ഏജന്റ് ഫുഡി, സെയിങ് ബൈ. പറയാൻ പറഞ്ഞ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലുണ്ട്, വിഴിഞ്ഞം ഉസ്താദ് ഹോട്ടൽ.